ഇഷ്ടപ്പെട്ടോളാവാൻ വേണ്ടി എന്നെ കൊണ്ട് മുടി മുറിപ്പിച്ച് ഈ വേഷം കെട്ടിച്ച്. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഈ മാഗസിനിലൊക്കെ കാണുന്നത് പോലെ വിക്കിനിട്ട് ഞാൻ റോഡിൽ കൂടെ നടക്കണം? കാക്ക എത്ര കുളിച്ചിട്ടും കാര്യമൊന്നുമില്ല, മനസ്സിലായ? പൊക്കൊന്നും ആവാൻ പോകുന്നില്ല. അന്ന് ഞാൻ കാക്ക തന്നെ. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങൾക്ക് എന്റെ നിറം കണ്ടുകൂടായിരുന്നു. അന്ന് നിങ്ങൾക്ക് എന്റെ അച്ഛന്റെ കയ്യിലെ ക്യാഷിന്റെ നിറം മാത്രമേ കണ്ടുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കറുത്തോളായി പോയി. അതെടി, നിന്റെ അപ്പന്റെ കാശ് കണ്ടിട്ട് തന്നെയാ നിന്നെ ഞാൻ കെട്ടിയത്. അല്ലെങ്കിലേ വല്ല കെട്ടാച്ചരക്കായി നീ വീട്ടിൽ തന്നെ ഇരുന്നേനെ. ആണ്ടുത്സവം പോലെ കൊച്ചുങ്ങൾ ഉണ്ടാക്കിയിടുമ്പോ ഈ കറുപ്പൊന്നും ഇല്ല. കൂടെ വെളി കൊണ്ടിറങ്ങാൻ മാത്രമേ ഉള്ളൂ ഈ കറുപ്പൊക്കെ. നീ വെളിയിലോട്ടൊന്നും ഇറങ്ങി നോക്ക്. എവിടെ നോക്കിയാലും സുന്ദരിമാരാ. അതൊക്കെ കാണുമ്പോഴാ നിന്നെയൊക്കെ അടുത്ത് കിണറ്റിലറിയാൻ തോന്നുന്നു. എന്നെ മാത്രം ആക്കുന്നത് എന്തിനാ? നിങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന 3-4 വേറെ ഇല്ലേ? അത് നിങ്ങളെ കൂടെ എടുത്തിട്ട്. അതും എനിക്കുള്ളതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അവറ്റകള് നിന്നെ പോലെയല്ലേ, 4 കരിക്കട്ടകൾ. നിങ്ങളുടെ മനസ്സിലാണ് കറുപ്പ്. എന്റെ സ്വർണ്ണ സമ്പത്ത് തീരുന്നതുവരെ എനിക്ക് സ്വർണത്തിന്റെ നിറമായിരുന്നു. ഇപ്പൊ ഞാനും മക്കളും നിങ്ങൾക്ക് കരിക്കട്ടകള്. സ്വന്തം കൊച്ചുകളെ പിതൃത്വത്തെ സംശയിക്കുന്ന താനൊക്കെ ഒരു അച്ഛനാണോടോ? ഏത് ഗംഗയിൽ പോയി കുളിച്ചാലും ആ ഗംഗ കൂടി അശുദ്ധമാകും. അത്രയ്ക്ക് ദൂഷിച്ച മനസ്സാണ് നിങ്ങളുടെ. നീ കറുപ്പല്ലേ, എന്നിട്ട് ഞാൻ നിന്നെ പൊന്നുപോലെ അല്ലേ നോക്കുന്നത്? നീ എന്റെ അവസ്ഥ കണ്ടോ? പണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കറുമ്പി, കരുമാടി, കരിക്കലം, ഇങ്ങനെയൊക്കെ. അത് എന്നെ ഇപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത് കരിക്കട്ട. ഇയാളെ മാത്രം എന്തിനാ പറയുന്നത്? കുട്ടിക്കാലം മുതൽ കേൾക്കുന്നത്. സ്വന്തം അമ്മ എപ്പോഴും ചോദിക്കും, നീ മാത്രം എന്താ ഇങ്ങനെ കറുത്തു പോയത്? എന്റെ കുറ്റം കൊണ്ടാണോ കറുത്തു പോയത്? എപ്പോഴും പറയും, വെളുക്കാൻ അത് തേക്കി ഇത് തേക്കി. എന്തിനാ വെളുക്കുന്നേ? എന്റെ കറുപ്പ് എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. ബാക്കിയുള്ളവരെല്ലാരും എന്നെ കൊണ്ട് ഈ കറുപ്പ് എന്തോ ഒരു വൃത്തികെട്ട നിറമായിട്ട് ഉള്ളിലേക്ക് കുത്തിത്തിരികെ വെച്ചെന്നത്. ഒന്ന് വീണാൽ തീരാവുന്നതേ ഉള്ളൂ ഈ സൗന്ദര്യമൊക്കെ. എന്നിട്ടാണ് ഈ അഹങ്കാരം. നിറങ്ങളെ നിറങ്ങളായിട്ട് മാത്രം കാണുക. അവയ്ക്ക് ജാതിയോ മതമോ ആണോ പെണ്ണോ എന്ന വ്യത്യാസമൊന്നുമില്ല. എല്ലാ നിറങ്ങളും കൂടി ചേരുമ്പോഴാണ് സൗന്ദര്യം ഉണ്ടാവുക.